കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വന്ദനം ചൊല്ലുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് യേശു തന്നെ പറഞ്ഞിരിക്കുന്ന തിരുവചനമാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ പ്രാരംഭമായി വായിച്ചത്. നമ്മളിൽ ഫലം കായ്ക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ, നമ്മളിൽ ഫലം നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ, നമ്മളിൽ ഫലമുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ആവശ്യമാണ്. നമ്മളിൽ ഉണ്ടാകുന്ന ഫലം എന്താണെന്നും നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഫലം ഏതാണെന്നും ഏത് രീതിയിലുള്ള ഫലമാണ് നമ്മൾ കായ്ക്കേണ്ടതെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ഫലം സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, സൗമ്യതയുടെ ഈ ഫലം കായ്ക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടണമെന്നും ആ ഫലം നിലനിൽക്കണമെന്നും കർത്താവ് ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫലം നിലനിൽക്കണം. ഏതുവരെ? അവസാനത്തോളം, ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ ഈ ഫലം നിലനിൽക്കണം. കാരണം യേശു സാക്ഷാൽ മുന്തിരിവള്ളിയായിരിക്കുമ്പോൾ ആ മുന്തിരിവള്ളിയുടെ ഫലം പലരെയും രുചിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും പലരും ഇഷ്ടപ്പെടുന്ന ഒരു ഫലമാണ് മുന്തിരി. ആ മുന്തിരിയുടെ ഫലം നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ ആ മാധുര്യമേറിയ ഫലം നമ്മളിൽ നിന്ന് ഉളവാകണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ ക്രിസ്തുവിൽ നിൽക്കുന്നവന് ഫലം ഉളവാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ മക്കളാണെന്നും നമ്മൾ ക്രിസ്തുവിൽ വളരുന്നവരാണെന്നും നമ്മൾ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കുന്നവരാണെന്നും ക്രിസ്തുവിന്റെ വചനത്തിനെ നമ്മൾ കൃത്യമായി അനുസരിക്കുന്നെന്നും പ്രശംസിക്കുകയും പുകഴുകയും ചെയ്യുമ്പോൾ നമ്മളിലുള്ള ഫലം നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമായിരിക്കുന്നു. ഈ ലോകത്തിൽ നമ്മുടെ ക്ഷണിക നേരത്തേക്കുള്ള ജീവിതയാത്രയിൽ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങളിൽ ഫലമുണ്ടോ? നിങ്ങളിലുള്ള ഫലം ഏത് രീതിയിലായിരിക്കുന്നു? അത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫലമാണോ എന്ന് ദൈവം നോക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, 5-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം, നീതി എന്ന ഫലം